അങ്ങനെ നമ്മുടെ പത്തരമാറ്റിൽ ആദർശ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു കൂട്ടുകാരെ. നമ്മുടെ നന്ദുവിന്റെ അടുത്ത് വന്ന് തന്നെ ഒരു പെണ്ണാണല്ലോ വിളിച്ചിങ്ങനെയൊക്കെ ഈ ഒരു ചതിയൊക്കെ നടത്തിയത്. അപ്പൊ ആ ഒരു പെണ്ണിനെ പറ്റി അന്വേഷിക്കാൻ നമ്മുടെ നന്ദുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നന്ദു പറയുന്നുണ്ട്, ആദർശ് ചേട്ടൻ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ഞാൻ ഏറ്റു എന്നും പറഞ്ഞ് നമ്മുടെ നന്ദുവും ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആദർശാണെങ്കിൽ ഇപ്പോൾ ആദർശിന് ഒരേ ഒരു തുണ നമ്മുടെ കിരണാണ്. കിരണായിട്ട് ഇങ്ങനെ സംസാരിച്ച് സമാധാനത്തിലാകും, ഇങ്ങനെ ഓരോരോ വഴികൾ കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇപ്പൊ നമ്മുടെ ആദർശ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, എടാ നിന്റെ വീട്ടിൽ കാർത്തികയുടെ കല്യാണം മുടങ്ങിയ ആ ഒരു വിഷമത്തിൽ തന്നെയാണ് എന്റെ വീട്ടുകാരും. ആകപ്പാടെ വീട് ഇതായിട്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തിരിച്ചു ചെല്ലണോടാ എന്റെ തറവാട്ടിലേക്ക്, ആ മുത്തശ്ശന്റെ മുന്നിലേക്ക് എനിക്ക് തല ഉയർത്തി പിടിച്ച് ഇനി നിൽക്കണം എന്നൊക്കെയുള്ള ഒരു കടുത്ത വാശിയിൽ തന്നെയാട്ടോ നമ്മുടെ ആദർശ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അബിയുടെയൊക്കെ അവസാനം ഏകദേശം അടുത്തെത്താറായി അല്ലെ. ഏറ്റവും ഒടുവിൽ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ കാലിപ്പടങ്ങാതെ നിൽക്കുന്ന മുത്തശ്ശനെയാട്ടോ കാണിക്കുന്നത്. മുത്തശ്ശൻ നമ്മുടെ അബിയുടെ മുഖത്തേക്ക് വെള്ളം കുത്തി ഒഴിക്കുന്നുണ്ട്. അവിടെ ഇനി എന്താണാവോ നടന്നത്, എന്തല്ലേ കാത്തിരിക്കാട്ടോ. എന്തായാലും അബിയുടെ കലികാലം അടുത്ത് കഴിഞ്ഞു എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൊമോയിലൊക്കെ കാണുവാൻ സാധിക്കുന്നത്. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.